ഉമർ വീണു. ഇനി എനിക്ക് ജീവിച്ചിരിക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹം മകൻ അബ്ദുള്ളയെ വിളിച്ചു പറഞ്ഞു, അബ്ദുള്ള, നീ ആയിഷയുടെ അടുക്കൽ ചെല്ലണം. ഉമ്മയുടെ അടുക്കൽ ചെന്നിട്ട് ഉമറിന്റെ ഒരു സലാം പറയണം. അമീറുൽ മുഅ്മിനീൻ എന്ന് പറയരുത്, കാരണം ഞാൻ ഇനി മുതൽ മുഅ്മിനീങ്ങളുടെ അമീർ അല്ല. ഉമർ ഒരു സലാം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ആഗ്രഹം ഉമ്മയോട് പറയണം. എനിക്ക് പരിശുദ്ധ റസൂലിന്റെ അടുക്കലും അബൂബക്കർ സിദ്ദീഖിന്റെ അടുക്കലും എന്നെ കബറടക്കപ്പെടാൻ ആഗ്രഹമുണ്ട് എന്ന് നീ അറിയിക്കണം. എന്നിട്ട് ഉമർ റളിയല്ലാഹു പറയുന്നുണ്ട്, മാ തമന്നൈതു ബഅദ റസൂലില്ലാഹി വ അബീ ബക്കറിൻ, അല്ലാഹുവിന്റെ റസൂലിന് ശേഷം അബൂബക്കറിന് ശേഷം ഈ ഉമറിന് ഒരു ആഗ്രഹം ഉണ്ടായിട്ടില്ല, ഈ ഒരു ആഗ്രഹമല്ലാതെ. അവരുടെ അടുക്കൽ അന്തി ഉറങ്ങണമെന്ന ആഗ്രഹമില്ലാതെ വേറൊരു ആഗ്രഹം ഉമറിന് ഉണ്ടായിട്ടില്ല. നീ ചെല്ല്. അബ്ദുള്ള ചെന്ന് ആയിഷയുടെ വാതിൽക്കൽ മുട്ടി. ആയിഷാബി വാതിൽ തുറക്കുമ്പോൾ അവരിങ്ങനെ കരയുകയാണ്, വല്ലാത്ത കരച്ചിൽ. ആളുകൾ ചോദിക്കുന്നുണ്ട്, ആയിഷ ഉമ്മ, നിങ്ങളുടെ വാപ്പ അബൂബക്കർ മരിച്ചപ്പോ നിങ്ങൾ ഇങ്ങനെ കരഞ്ഞിട്ടില്ലല്ലോ, എന്താപ്പോ വല്ലാത്ത കരച്ചിൽ? അതിന് ആയിഷാബി പറഞ്ഞ മറുപടി, നിങ്ങൾക്കറിയുമോ, റഹിമല്ലാഹു ഉമറ കാന സദ്ദൻ വബാബൻ ലിഹാദിഹിൽ ഉമ്മത്തി അലൽ ഫിത്ന. ഉമർ ഈ സമൂഹത്തിന് ഒരു കവാടമായിരുന്നു, ഒരു വാതിലായിരുന്നു. ഈ ഉമ്മത്തിന് ഫിത്നകൾ വരാതെ കാത്തു സംരക്ഷിച്ചൊരു വാതിലായിരുന്നു ഉമർ. ഉമർ പോയല്ലോ, ആ ദുഃഖത്തിലാണ് ഞാൻ കരയുന്നത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു വിട്ട മകനോട്, സഹാബത്തിനോട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്. എന്നിട്ട് അബ്ദുള്ള വാപ്പ പറഞ്ഞ വിവരം അറിയിക്കുകയാണ്. സലാം പറഞ്ഞതിന് ശേഷം, എൻ്റെ വാപ്പ അവിടത്തെ കുറിച്ച് സലാം പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരു ആഗ്രഹവും അറിയിച്ചിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ മറുപടി, മാ തമന്നൈതു ഹാദൽ മക്കാന ഇല്ലാ ലി. ആ സ്ഥലം എനിക്ക് വേണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. എൻ്റെ ആഗ്രഹമായിരുന്നു എൻ്റെ വാപ്പയുടെ അടുക്കൽ, എൻ്റെ ഭർത്താവിന്റെ അടുക്കൽ അന്തി ഉറങ്ങണമെന്ന്. പക്ഷേ ഫലമാ തുഴിന ഉമറു, ഉമറിനെ മദീന പള്ളിയിൽ കുത്തേറ്റു എന്ന വിവരം അറിഞ്ഞപ്പോൾ വഹബത്തു ലഹു, ആ സ്ഥലം ഞാൻ അപ്പോഴേ ഉമറിന് വേണ്ടി ഞാൻ ദാനം ചെയ്തു കഴിഞ്ഞു. അബ്ദുള്ള സന്തോഷത്തോടെ തിരിച്ചു വരികയാണ്. വാപ്പയുടെ അടുക്കൽ വന്നു, വാപ്പ അബ്ശിരി യാ അബി, വാപ്പ നിങ്ങൾ സന്തോഷിക്കും, ആയിഷ ഉമ്മ അനുവദിച്ചിട്ടുണ്ട് നിങ്ങളെ അവിടെ കബറടക്കപ്പെടാൻ. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ഒരു കാര്യം കൂടി പറഞ്ഞു, മകനെ, ഒരുപക്ഷെ എന്നോടുള്ള ലജ്ജയുടെ പേരിലായിരിക്കാം ആയിഷ അത് അംഗീകരിച്ചത്. നിങ്ങൾ എന്നെ, ഞാൻ മരിച്ച ശേഷം എന്നെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് എന്റെ മയ്യത്തെടുത്തു വെച്ചാൽ ഒരു പ്രാവശ്യം കൂടി മോൻ ആയിഷയുടെ അടുക്കൽ ചെല്ലണം, എന്നിട്ട് ചോദിക്കണം, എന്റെ വാപ്പയെ കബറടക്കാൻ നിങ്ങൾക്ക് അനുമതി ഉണ്ടോ എന്ന് ചോദിക്കും. എന്നിട്ടും അനുവദിച്ചാൽ മാത്രമേ ഈ ഉമറിനെ അവിടെ കബറടക്കപ്പെടാൻ പാടുള്ളൂ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അബ്ദുള്ള അനുമതി ചോദിച്ചു, ആയിഷ ഉമ്മ അനുവദിച്ചു. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും ആ ചാരത്ത് കബറടക്കപ്പെട്ടു. അതോടുകൂടി ആയിഷ ബീവി കണ്ട മൂന്നാമത്തെ ചന്ദ്രനും ആ റൗളയിലേക്ക് അറ്റു വീഴുന്നു. ഇനി അവിടെ ഒരു സ്ഥലം കൂടി ബാക്കിയുണ്ട്. വിശ്വാസികളുടെ വീട് എന്ന് പറയുന്നത് ചെറിയൊരു വീടാണ്, ഏകദേശം ഒരു 10 മുഴം നീളം വരുന്നൊരു വീടാണ്. 3 കബറുകൾ അവിടെ ആയിക്കഴിഞ്ഞു. ഇനി ഒരു കബറിന് കൂടി അവിടെ സ്ഥലം ബാലൻസ്. ഇനി അവിടെ കബറടക്കപ്പെടേണ്ടത് ഉമർ ഇബ്നുൽ ഖത്താബിന് ശേഷം ഖലീഫയായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആയിരിക്കണം. പക്ഷെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കലാപകാരികൾ കൊന്നു, ഉപരോധം ഏർപ്പെടുത്തി, വീട് വളഞ്ഞു, വെള്ളം കൊടുത്തില്ല, പട്ടിണി കിട്ടും, അദ്ദേഹത്തിന് നോമ്പാണ്. റസൂലിനെ സ്വപ്നം കാണുന്നുണ്ട് അസറിന് ശേഷമുള്ള മയക്കത്തിൽ, ഉസ്മാനെ, എന്നെ കലാപകാരികൾ വളഞ്ഞിരിക്കുകയാണല്ലേ, നീ എൻ്റെ അടുക്കലേക്ക് പോരെ, നമുക്ക് നീ സ്വർഗത്തിൽ നോമ്പ് തുറക്കാമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ ഇബ്നു അഫ്ഫാനോട് പറയുന്നത്. കലാപകാരികൾ വീടിന്റെ മതിൽ തകർത്ത് അകത്ത് കയറി അദ്ദേഹത്തെ കുത്തി. 9 വെട്ടുകളാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഏറ്റത്. അദ്ദേഹത്തിന്റെ ഭാര്യയെ വെട്ടി, വെള്ളം കൊടുക്കാതെ, ഭക്ഷണം കൊടുക്കാതെ ഉപരോധം ഏർപ്പെടുത്തി 9ഓളം വെട്ടുകൾ വെട്ടി. അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട അല്ലാഹുവിന്റെ റസൂൽ സ്വർഗത്തിലാണെന്ന് സത്യമേ ചെയ്ത 10 പേരിൽ ഒരാളായ റസൂലിന്റെ 2 പെൺമക്കളെ വിവാഹം ചെയ്യാൻ ഭാഗ്യം ലഭിച്ച ദുന്നൂറൈനി എന്ന പേരിൽ അറിയപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ 9 വെട്ടുകൾ വെട്ടി കലാപകാരികൾ അവിടെ വീഴ്ത്തി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു. അദ്ദേഹത്തെ ഈ റൗളയിൽ കബറടക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ കലാപകാരികൾ സമ്മതിച്ചില്ല. റൗളയിൽ കബറടക്കാൻ സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല, ജന്നത്തുൽ ബഖീയിൽ പോലും ഉസ്മാനെ കബറടക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നവർ പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊലപാതകത്തിന്റെ ഒരു പ്രധാന കാരണം അദ്ദേഹത്തിന്റെ ഉപദേശകനായിരുന്ന മർവാന്റെ ചില തെറ്റായ തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹം നിയമിച്ച ഗവർണർമാരുടെ ഭാഗത്തുണ്ടായ ചില തെറ്റായ തീരുമാനങ്ങളും ചില നടപടികളൊക്കെ ആയിരുന്നു.
ഏതായാലും ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ജനാസ റൗളയിൽ അടക്കാൻ അനുവദിച്ചില്ല എന്ന് മാത്രമല്ല, ജന്നത്തിൽ ബഖീയിൽ പോലും ഉസ്മാന്റെ ജനാസ കബറടക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് കലാപകാരികൾ വാശി പിടിച്ചു. അവസാനം ജന്നത്തുൽ ബഖീന്റെ പുറത്തു കൊണ്ടുപോയി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യിത്ത് കബറടക്കി. അന്ന് ആ സ്ഥലം ജന്നത്തുൽ ബഖീ അല്ല. പിൽക്കാലത്ത് ആ സ്ഥലം വാങ്ങി ജന്നത്തുൽ ബഖീയോട് ചേർത്തപ്പോഴാണ് ഇപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ മദീനയിലെ ഖബർസ്ഥാനിൽ ജന്നത്തുൽ ബഖീയിൽ നമുക്ക് കാണാൻ കഴിയുക. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും പരിശുദ്ധമായ റൗളയ്ക്കകത്ത് വന്നില്ല. പിന്നീട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. അലി റളിയല്ലാഹു അൻഹു ആലം ഖലീഫയാണ്. അതോടൊപ്പം തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട മകൾ ഫാത്തിമയുടെ ഭർത്താവാണ്. എല്ലാ നിലയ്ക്കും അവിടെ കബറടക്കപ്പെടാൻ അർഹതയുള്ള ഒരാളാണ്. അലി റളിയല്ലാഹു അൻഹുവിനെ കലാപകാരികൾ കൊലപ്പെടുത്താനുണ്ടായത്. കൂഫയിൽ വെച്ച് അദ്ദേഹത്തെ വെട്ടിക്കൊല്ലുന്നുണ്ട്. നികൃഷ്ടമായി നീചമായി അദ്ദേഹത്തെ കൊല്ലുന്നു. ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹ അലി റളിയല്ലാഹു അൻഹുവിന്റെ മകള് പറയുന്നുണ്ട്, വാപ്പിച്ച് കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോ ഈ സുബഹി നമസ്കാരത്തിന് എന്തു പറ്റി? എന്റെ ഭർത്താവ് കൊല്ലപ്പെടുന്നതും സുബഹിക്കാണ്, എന്റെ വാപ്പ കൊല്ലപ്പെടുന്നതും സുബഹിക്കാണ്. അലി റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടതും സുബഹി നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് വരുമ്പോഴാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഉമ്മു കുൽസുമിന്റെ ഭർത്താവാണ്, കൊല്ലപ്പെടുന്നതും സുബഹി നമസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുമ്പോഴാണ്. എന്ത് പറ്റിയ സുബഹിക്ക് എന്ന് ഉമ്മു കുൽസും അലി റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് ശേഷം ചോദിക്കുന്നു. അലി റളിയല്ലാഹു അൻഹുവിനെ കലാപകാരികൾ കൊലപ്പെടുത്തി. അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ അലിയോട് പറയുന്നുണ്ട്, അലി, നിന്റെ ഈ താടി രോമം ചോര കൊണ്ട് ചുമക്കാതെ നീ ഈ ലോകത്തുനിന്ന് പോകുകയില്ല. നീ കൊല്ലപ്പെടുമെന്ന് തന്നെ കൃത്യമായി റസൂലുള്ളാഹി തന്റെ മരുമകനോട് പറഞ്ഞിട്ടുണ്ട്. നിന്റെ താടി ചോര കൊണ്ട് ചുമക്കും. അലി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ദീനിന് വേണ്ടിയാണോ നബിയെ? അതെ, ദീനിന് വേണ്ടി. എന്നാൽ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. അതുകൊണ്ടാണ് കൂഫയിൽ വെച്ച് അലി റളിയല്ലാഹു അൻഹു രോഗം വരുമ്പോൾ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, നിങ്ങളെ മദീനയിലേക്ക് കൊണ്ടുപോകാം. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഈ രോഗത്തിലൊന്നും മരിക്കില്ല. ഞാൻ എങ്ങനെ മരിക്കുമെന്ന് എന്നോട് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. രോഗം കൊണ്ടൊന്നും ഞാൻ മരിക്കില്ല. അങ്ങനെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കൂഫയിൽ വെച്ച് കലാപകാരികൾ നികൃഷ്ടമായി കൊല ചെയ്തു. കൊല്ലപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന് വേണ്ടി 9 കബറുകൾ കുഴിക്കപ്പെട്ടു. ഒരഭിപ്രായത്തിൽ 13 കബറുകൾ കുഴിക്കപ്പെട്ടു. കാരണം കൃത്യമായ ഒരു കബറിൽ അലി റളിയല്ലാഹു അൻഹുവിനെ കബറടക്കിയാൽ കലാപകാരികളെ കബർ മാന്തി പുറത്തെടുക്കും. അത്ര വിരോധമായിരുന്നു അലി റളിയല്ലാഹു അൻഹുവിനോട്. അതുകൊണ്ട് 9 കബറുകൾ താഴ്ത്തി ഏതോ ഒരു കബറിൽ അലി റളിയല്ലാഹു അൻഹുവിനെ കബറടക്കപ്പെട്ടു. ഇന്ന് ഷിയാക്കൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ കബർ എന്ന് പറഞ്ഞ് ഇവരെ കൊണ്ട് ആരാധിക്കുന്ന കബർ ഒരിക്കലും അലി റളിയല്ലാഹു അൻഹുവിന്റെ കബറല്ല, അത് അജ്ഞാതമാണ്. അങ്ങനെ അലി റളിയല്ലാഹു തആല അൻഹുവിനെയും ഇങ്ങോട്ട് മദീനയിലേക്ക് കൊണ്ടുവരാനോ ജന്നത്തുൽ ബഖീയിലോ അല്ലെങ്കിൽ റൗളയിലേക്ക് കബറടക്കപ്പെടാൻ കഴിഞ്ഞില്ല. ഇനി റൗളയിൽ ബാക്കിയുള്ള 4ാമത്തെ സ്ഥലത്ത് കബറടക്കപ്പെടാൻ യോഗ്യതയുള്ള 2 ആളുകൾ എന്ന് പറയുന്നത് ഒരാൾ ഹസൻ റളിയല്ലാഹു അൻഹു ആണ്, ഒരാൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു ആണ്. റസൂലിന്റെ പേരക്കുട്ടികൾ. ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ വെച്ചാണ് കൊല്ലപ്പെടുന്നത്. ഹസൻ റളിയല്ലാഹു അൻഹു മദീനയിൽ വെച്ച് അദ്ദേഹം വഫാത്തായിരുന്നു, അദ്ദേഹം മരണപ്പെട്ടു. ഹസൻ റളിയല്ലാഹു അൻഹുവിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, റൗളയിൽ ബാക്കിയുള്ള സ്ഥലത്ത് എന്റെ കബർ വരണമെന്ന്. അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹമായിരുന്നു. അദ്ദേഹം ആയിഷ ബിവിയോട് ചോദിച്ച് അനുമതി വാങ്ങിച്ചിരുന്നു. മരണസമയത്ത് ഹസൻ റളിയല്ലാഹു അൻഹു സഹോദരൻ ഹുസൈനെ വിളിച്ച് പറയുന്നുണ്ട്, ഹുസൈൻ, എന്റെ ജനാസ ആയിഷ ബിവി സമ്മതിച്ചിട്ടുണ്ട് അവിടെ കബറടക്കാൻ. നീ ഒന്നുകൂടി അനുമതി ചോദിച്ചിട്ട് എന്റെ ജനാസ അവിടെ കബറടക്കണമെന്ന് ഹസൻ റളിയല്ലാഹു അൻഹു വസിയത്ത് ചെയ്തു. ഒരു കാര്യം കൂടി പറഞ്ഞു, എന്റെ ജനാസ അവിടെ കബറടക്കുന്നതിന്റെ പേരിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ കലാപത്തിന് നിൽക്കണ്ട, യുദ്ധത്തിന് നിൽക്കണ്ട, തർക്കത്തിന് നിൽക്കണ്ട, നേരെ എന്റെ ജനാസ ജന്നത്തുൽ ബഖീയിലേക്ക് കൊണ്ടുപോയിക്കൊള്ളിരുന്നു കൂടി ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ വസിയത്തിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നു. ഹസൻ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു ആയിഷ ബിവിയുടെ അടുക്കൽ ചെന്നിട്ട് അനുമതി ചോദിച്ചു. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നഅം വ കറാമത്തൻ, എനിക്ക് സമ്മതമാണ്, ഇതിൽ സന്തോഷമാണ്. അങ്ങനെ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ കബറടക്കാൻ വേണ്ടി റൗളയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെയും തടഞ്ഞു. മർവാൻ, പിൽക്കാലത്ത് ഇസ്ലാമിക ഭരണാധികാരിയായി വന്ന അബ്ദുൽ മലിക്കിന്റെ പിതാവ് മർവാൻ തടഞ്ഞു. മർവാൻ പറഞ്ഞു, ഒരിക്കലും ഈ റൗളയിൽ ഹസന്റെ ജനാസ കബറടക്കാൻ അനുവദിക്കില്ല. അങ്ങനെ ഒരു പ്രശ്നമേ ഇവിടെ സമ്മതിക്കുകയില്ല. കാരണം മർവാൻ എന്ന് പറയുന്നത് ബനൂ ഉമയ്യ ഗോത്രക്കാരനാണ്. ഹസൻ റളിയല്ലാഹു അൻഹു ബനൂ ഹാഷിം ഗോത്രക്കാരനാണ്. മർവാൻ പറഞ്ഞ ന്യായം, ഞങ്ങളുടെ ഗോത്രക്കാരനായ ഉസ്മാനെ ഇവിടെ കബറടക്കാൻ അനുവദിക്കാത്ത സ്ഥിതിക്ക് ബനൂ ഹാഷിം ഗോത്രത്തിൽപ്പെട്ട ഹസനെ ഇവിടെ കബറടക്കാൻ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല.
അങ്ങനെ രണ്ട് ഗോത്രവൈര്യങ്ങളായി മാറി. ബനു ഹാഷിം ഗോത്രക്കാരിറങ്ങി, ബനു ഉമയ്യ ഗോത്രക്കാരും ഇറങ്ങി. ഒരു യുദ്ധത്തിന്റെ ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തി. എന്തിന്റെ പേര്? ഹസൻ റളിയല്ലാഹുവിന്റെ മയ്യിത്ത് കബറടക്കുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട്. മർവാൻ ഒരിക്കലും സമ്മതിക്കില്ല. മർവാൻ പറയുന്നത് ഈ ഉസ്മാന്റെ ജനാസ കബറടക്കാത്ത സ്ഥിതിക്ക് ഇവിടെ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. അവസാനം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇടപെട്ടു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മർവാനോട് പറഞ്ഞു, മർവാൻ, ഹസൻ റസൂലിന്റെ പേരക്കുട്ടിയാണ്. വല്യാപ്പയുടെ അടുക്കൽ അന്ത്യുറാണെന്നൊരു ആഗ്രഹം പറഞ്ഞാൽ നീ എന്തിനത് തടയണം? നിനക്കെന്ത് അധികാരം? അതോടൊപ്പം ഹുസൈൻ റളിയല്ലാഹു അൻഹു അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അവൻ ഒരു വസിയത്തൂടി പറഞ്ഞിട്ടുണ്ടല്ലോ, കലാപത്തിന് നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ? മർവാൻ സമ്മതിക്കാത്ത സ്ഥിതിക്ക്, ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന സ്ഥിതിക്ക്, ബനു ഹാഷിമും ബനു ഉമയ്യയും കൂടി രണ്ട് ചേരിയിൽ നിൽക്കുന്ന സ്ഥിതിക്ക് നമുക്ക് പ്രശ്നം വേണ്ട, ബഖയിൽ കബറടക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഒത്തുതീർപ്പ് വ്യവസ്ഥ അനുസരിച്ച് ഹസൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ ജന്നത്തുൽ ബഖയിൽ കൊണ്ടുപോയി കബറടക്കി. ഇപ്പോഴും സ്ഥലം അവിടെ ബാക്കിയാണ്. ഇനി അവിടെ കബറടക്കപ്പെടാൻ അർഹതയുള്ളത് വീട്ടിന്റെ ഉടമയായ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായ നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ്. ഇനി അവിടെ കബറടക്കപ്പെടാൻ അർഹതയുള്ളത്. ആയിഷയെ സംബന്ധിച്ചിടത്തോളം ആരുടെയും അനുമതി ചോദിക്കേണ്ട ആവശ്യമില്ല. അവരുടെ വീടാണത്, അവരുടെ സ്വകാര്യ പ്രോപ്പർട്ടിയാണത്. ആയിഷ ബീവിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ജനാസ കബറടക്കാൻ അനുമതി ചോദിച്ചപ്പോൾ പറഞ്ഞല്ലോ, എന്റെ ആഗ്രഹമായിരുന്നു അവിടെ കബറടങ്ങണമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം 40 വർഷം ആയിഷ ബീവി ജീവിച്ചിട്ടുണ്ട്. നബിയുടെ കബറിന്റെ അടുക്കലാണ് ആയിഷ ബീവി കിടന്നുറങ്ങിയിരുന്നത്. ഒരിക്കൽ നബിയെ സ്വപ്നം കണ്ടു. അതോടുകൂടി ആയിഷ ബീവി അവിടെ നിന്ന് മാറി. പിന്നെ നബിയുടെ കബറിന്റെ അടുക്കൽ ആയിഷ ബീവി കിടന്നിട്ടില്ല. 12 വർഷക്കാലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഖിലാഫത്ത് കാലത്തും ഉമർ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത് വരെയും ആയിഷ ബീവി പറയുന്നുണ്ട്, ഞാൻ പർദ്ദയില്ലാതെ അവിടെ കയറാറുണ്ടായിരുന്നു. ഞാൻ പറയും, ഇന്നമാഹു അബി വ ഇന്നമാഹു സൗജി, ഒന്നെന്റെ വാപ്പയാണ്, ഒന്നെന്റെ ഭർത്താവാണ്, ഞാൻ എന്തിന് പർദ്ദ ധരിക്കണം? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അവിടെ കബറടക്കപ്പെട്ട ശേഷം ഞാൻ പൂർണ്ണമായി വസ്ത്രം ധരിക്കാതെ അങ്ങോട്ട് കടന്നിട്ടില്ല. കാരണം അവിടെ ഒരു അന്യപുരുഷൻ ഉമർ അവിടെ കബറടക്കപ്പെട്ടിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് അവിടെ കബറടക്കപ്പെടാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ആയിഷ റളിയല്ലാഹു തആല അൻഹ തന്റെ മരണസമയത്ത് ഒരു വസിയത്ത് അവർ പറഞ്ഞു, എന്നെ ഒരിക്കലും അവിടെ കബറടക്കരുത്, റസൂലിന്റെ അടുക്കൽ എന്നെ കബറടക്കരുത്. മുആവിയയുടെ ഭരണകാലം ഹിജറ 58-ലാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ വഫാത്താകുന്നത്. 67-ാമത്തെ വയസ്സിൽ. പരിശുദ്ധ റമദാൻ 17-നാണ് ആയിഷ ബീവി വഫാത്താകുന്നത്. ആയിഷ ബീവി രോഗിയായപ്പോൾ പറഞ്ഞു, എന്നെ ഒരിക്കലും റസൂലിന്റെ അടുക്കൽ കബറടക്കരുത്. ഇന്നി അഹദസ്തു ബഅദഹു ഹദഫ, ഞാൻ റസൂലിന് ശേഷം ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എന്നെ ഇനി അവിടെ കബറടക്കണ്ട, എന്നെ ജന്നത്തുൽ ബഖീൽ കബറടക്കിയാൽ മതി എന്ന് ആയിഷ ബീവി അവസാനമായി വസിയത്ത് ചെയ്തു. അവരുടെ വസിയത്ത് നടപ്പിലാക്കിക്കൊണ്ട് എന്താണ് തെറ്റ് എന്നതിനെ സംബന്ധിച്ച് ഒരു കാര്യം കൂടി അവർ പറഞ്ഞു. ഇത് പറഞ്ഞതിന് ശേഷം പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് അവർ ഓതി, വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജന തബറജൽ ജാഹിലിയ്യത്തിൽ ഉലാ, പെണ്ണുങ്ങളെ നിങ്ങൾ വീട്ടിൽ അടങ്ങിയിരിക്കണം. ജാഹിലിയ കാലഘട്ടത്തിൽ പെണ്ണുങ്ങൾ ഇറങ്ങിയതുപോലെ നിങ്ങൾ അങ്ങാടിയിലേക്ക് രംഗത്തിറങ്ങരുത് എന്നുള്ള വിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്ത് കൂടി അവർ ഓതി കേൾപ്പിച്ചു. ജമൽ യുദ്ധമാണ് അവർ ഉദ്ദേശിച്ചത് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ആയിഷ ബീവിയും അലി റളിയല്ലാഹു അൻഹു രണ്ട് ചേരിയിലായി നിന്നുകൊണ്ട് നടന്ന ഇസ്ലാമിക ചരിത്രത്തിലെ ദൗർഭാഗ്യകരമായ ഒരു പോരാട്ടമാണ് ജമൽ യുദ്ധം എന്ന് പറയുന്നത്. 2 വശത്തും മുസ്ലിമീങ്ങളാണ്, 2 വശത്തും സഹാബാക്കൾ അണിനിരന്നുകൊണ്ടുണ്ടായ ദൗർഭാഗ്യകരമായ ചരിത്രത്തിലൊരു പോരാട്ടമാണ് ജമൽ യുദ്ധം. അതിന് നേതൃത്വം കൊടുത്തു എന്നുള്ളതാണ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഞാൻ റസൂലിന് ശേഷം ഒരു തെറ്റ് ചെയ്തു എന്ന് പറയുന്നത് എന്നാണ് പണ്ഡിതന്മാർ അതിനെ കുറിച്ച് മനസ്സിലാക്കി തരുന്നത്. ഏതായിരുന്നാലും എന്നെ അവിടെ കബറടക്കരുതെന്നുള്ള ആയിഷയുടെ ആവശ്യപ്രകാരം ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജനാസ പരിശുദ്ധ റമദാൻ 17-ന് അവർ വഫാത്തായി. അന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മദീനയുടെ ആക്ടിംഗ് ഗവർണർ. അവിടെ നമസ്കരിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇമാമിൽ നിന്ന് ആയിഷയുടെ ജനാസ നമസ്കരിച്ചു. ജന്നത്തുൽ ബഖീലേക്ക് അവരുടെ ജനാസ കൊണ്ടുപോയി. ആയിഷയുടെ ജനാസ ഇന്ന് കബറടക്കപ്പെട്ടിരിക്കുന്നത് ജന്നത്തുൽ ബഖീലാണ്. ഇപ്പോഴും സ്ഥലം അവിടെ ബാക്കിയാണ്. ഇനി ആരാണ് അവിടെ കബറടക്കപ്പെടാൻ പോകുന്നത്? ആ സ്ഥലത്ത് ആര് കബറടക്കപ്പെടാൻ പോകുന്നു എന്നുള്ളതിന്റെ മറുപടി ഇമാം ജൗസി തന്റെ കിതാബുൽ വഫായിൽ ഒരു ഹദീസ് ഇങ്ങനെ ഉദ്ധരിക്കുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൻസിലു ഈസ ഇബ്നു മറിയം, മറിയമിന്റെ പുത്രൻ ഈസ അന്ത്യനാളിൽ ഇറങ്ങി വരും, ഭൂമിയിലേക്ക് ഇറങ്ങി വരും. എന്നിട്ടോ ഫയതസവ്വജു, അദ്ദേഹം വിവാഹം കഴിക്കും.
ഈസാ നബി മാത്രമാണ് പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ വിവാഹം കഴിക്കാത്ത ആൾ. ഈസാ നബി ഇറങ്ങി വരുമ്പോൾ വിവാഹം കഴിക്കും. യൂലദിലും ഈസാ നബി അലൈഹി സ്വലാമിന് മക്കളുണ്ടാകും. അങ്ങനെ അദ്ദേഹം മരിക്കും. മദീനയിൽ വെച്ച് ഈസാ ഇബ്നു മറിയം മരിക്കും. ഫയദ്ഫനു മഅി, എന്റെ കൂടെ ആ ഈസയെ കബറടക്കപ്പെടും. ഫഅഖൂമു അന വഈസാ ഇബ്നു മറിയം ബൈന അബീ ബക്കർ വ ഉമർ, ഞാനും ഈസാ നബിയും കൂടി അന്ത്യനാളാകുമ്പോൾ ഖിയാമത്ത് നാളിൽ എല്ലാവരും മഹ്ശറിലേക്ക് വരുമ്പോൾ അബൂബക്കറിന്റെയും ഉമറിന്റെയും ഇടയിൽ ഞാനും ഈസയും കൂടി എണീറ്റ് വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസ് ഇമാം ജൗസി ഉദ്ധരിക്കുന്നു. അപ്പൊ നാലാമത്തെ സ്ഥാനത്തേക്ക് ഉസ്മാൻ ഇബ്നു അഫ്ഫാന് ലഭിക്കാതെ പോയ, അലി ഇബ്നു അബീ താലിബിന് ലഭിക്കാതെ പോയ, ഹസൻ ഇബ്നു അലിക്ക് ലഭിക്കാതെ പോയ, ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് ലഭിക്കാതെ പോയ ആ സൗഭാഗ്യത്തിലേക്ക് ഇനി വരാനിരിക്കുന്നത്, അവസാന കാലത്ത് വരാനിരിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ഇറങ്ങി വരും. ഈസാ നബിയെ കുറിച്ച് 3 വിശ്വാസമാണ് ലോകത്തുനിന്ന് മതവിഭാഗങ്ങൾക്കിടയിലുള്ളത്. ഒന്ന് ജൂതന്മാരുടെ വിശ്വാസം. ജൂതന്മാർ പറയുന്നത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജാരസന്തതിയാണ്, അദ്ദേഹം കൊള്ളരുതാത്തവനാണ്. അതുകൊണ്ടാണ് ജൂതന്മാർ അദ്ദേഹത്തെ ക്രൂശിക്കാൻ വേണ്ടി ശ്രമിച്ചത്. ഒരിക്കലും ഈസാ നബി അലൈഹി സ്വലാമിനെ അവർ അംഗീകരിച്ചിട്ടില്ല. രണ്ടാമത്തത് ക്രൈസ്തവരുടെ വിശ്വാസമാണ്. ഈസ ദൈവത്തിന്റെ പുത്രനാണ്, അല്ലെങ്കിൽ ദൈവമാണ്, അല്ലെങ്കിൽ ത്രിമൂർത്തികളിൽ ഒരാളാണ് എന്നുള്ള ക്രൈസ്തവ വിശ്വാസമാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് പരിശുദ്ധ ഇസ്ലാമിന്റെ വിശ്വാസമാണ്. വിശുദ്ധ ഖുർആൻ ഉദ്ബോധിപ്പിക്കുന്ന വിശ്വാസമാണ്. അബ്ദുല്ലാഹി വറസൂലുഹു, ഈസാ നബി അലൈഹി സ്വലാം ദൈവമല്ല, ദൈവത്തിന്റെ പുത്രനുമല്ല, അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹുവിന്റെ ഒരു റസൂലുമാണ്. ഇതാണ് വിശുദ്ധ ഖുർആനിന്റെ മുസ്ലിമീങ്ങളുടെ വിശ്വാസം. ഇതാണ് ഈസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് ദൈവമാണെന്നോ ദൈവപുത്രനാണെന്നോ സാക്ഷ്യപ്പെടുത്തുന്ന ഇന്ന് കാണുന്ന ബൈബിളിന്റെ വചനങ്ങളെ എല്ലാം പരിശുദ്ധ ഖുർആൻ ഖണ്ഡിക്കുന്നുണ്ട്. നിരവധി സ്ഥലങ്ങളിൽ പരിശുദ്ധ ഖുർആൻ അതിനെ ഖണ്ഡിക്കുന്നു. ഒരു സ്ഥലത്ത് ഇങ്ങനെ പറയുന്നു, ലഖദ് കഫറല്ലദീന ഖാലു ഇന്നല്ലാഹ ഹുവൽ മസീഹ് ഇബ്നു മറിയം. മസീഹ് ഇബ്നു മറിയം ദൈവമാണെന്ന് പറഞ്ഞ ക്രിസ്ത്യാനികൾ അവർ നിഷേധികളായി മാറിയിരിക്കുന്നു. മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറഞ്ഞു, ലഖദ് കഫറല്ലദീന ഖാലു ഇന്നല്ലാഹ സാലിസു സലാസ, 3 പേരിൽ ഒരാളാണ് എന്ന്, ദൈവം 3 പേരാണ്, ത്രിമൂർത്തികളാണ്, അതിൽ ഒരാളാണ് ഈസ എന്ന് പറഞ്ഞവരും നിഷേധികളായിരിക്കുന്നു. മറ്റൊരു സ്ഥലത്ത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഖാലു തഖദല്ലാഹു വലദാ, അല്ലാഹുവിന് സന്താനങ്ങളുണ്ടെന്ന് ക്രിസ്ത്യാനികൾ പറഞ്ഞു. ലഖദ്, അവർ അല്ലാഹുവിന് മക്കളുണ്ടെന്ന് പറഞ്ഞു. എന്ത് വലിയ തോന്നിവാസമാണ് നിങ്ങൾ ഈ പറയുന്നത്. ഇവരുടെ വാദം ആകാശങ്ങൾ പൊട്ടി വീഴാനെടുക്കുന്ന, ഭൂമി വെള്ളിക്കീറാനെടുക്കുന്ന വലിയ കളവാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. റഹ്മാനായ പടച്ചവന് മക്കളുണ്ടെന്ന് ഈ ക്രിസ്ത്യാനികൾ പറയൽ മുഖേന വലിയ അപരാധമാണ്, വലിയ കള്ളമാണ് അവർ പറഞ്ഞിരിക്കുന്നതെന്ന് വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നു. അവിടെയാണ് പരിശുദ്ധ ഖുർആൻ ഇതൊന്നുമല്ല, അബ്ദുല്ലാഹി വറസൂലുഹു, അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹുവിന്റെ റസൂലാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഈസാ നബിയെയും അവിടുത്തെ മാതാവിനെയും ഏറ്റവും പുകഴ്ത്തി പറഞ്ഞ ഗ്രന്ഥം വിശുദ്ധ ഖുർആനാണ്. ബൈബിൾ പരിശോധിച്ചാൽ, ബൈബിളിന്റെ 4 സുവിശേഷങ്ങൾ പരിശോധിച്ചാൽ 2 സുവിശേഷങ്ങളിൽ മാത്രമേ മറിയമിന്റെ കന്യകത്വത്തെ കുറിച്ച് പരാമർശമേ ഉള്ളൂ. പൗലോസാണല്ലോ ക്രിസ്ത്യാനിറ്റിയുടെ അടിത്തറ വാക്കിയാണ് പൗലോസാണ്. പൗലോസിന്റെ വാക്കുകളിൽ പോലും മറിയമിന്റെ കന്യകത്വത്തെ കുറിച്ച് കാര്യമായിട്ടൊന്നും പറയുന്നില്ല. മറിയം വിശുദ്ധയാണെന്ന് ലോകത്തോട് സദൈര്യം വിളിച്ചു പറഞ്ഞൊരു ഗ്രന്ഥത്തിന്റെ പേര് വിശുദ്ധ ഖുർആൻ എന്നാണ്. ആ ഖുർആൻ ഉറപ്പിച്ചു പറഞ്ഞു, മറിയമേ, അള്ളാഹു നിന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ലോകത്തുള്ള സർവ്വ സ്ത്രീകളെക്കാളും അള്ളാഹു നിന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. നാളെ പരലോകത്തെ ഏറ്റവും മഹത്വം കൽപ്പിക്കപ്പെടുന്ന 4 സ്ത്രീകളിൽ ഒരു സ്ത്രീ മറിയമാണ്. അഹ്സനത്ത്, അവളുടെ ഫർജിനെ കുറിച്ച്, ഗുഹ്യസ്ഥാനത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ സത്യമേ ചെയ്തു. അഹ്സനത്ത് ഫർജഹ, മറിയം വിശുദ്ധയാണ്, മറിയം ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈ ജൂത സമൂഹം മറിയമിനെ കുറിച്ച് പറയുന്നത് ശുദ്ധ കളവാണ്. ക്രൈസ്തവർ പറയുന്നത് കളവാണെന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ മറിയമിന്റെ ആ കന്യകത്വത്തെ, അവരുടെ ചാരിതാർത്ഥ്യത്തെ വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നുണ്ട്. മറിയം എന്ന പേരിൽ ഒരു അധ്യായം പോലും വിശുദ്ധ ഖുർആനിലുണ്ട്. മറിയമിന്റെ പേരിൽ ഒരു അധ്യായം പോലും വിശുദ്ധ ഖുർആൻ.
ആ വിശുദ്ധ ഖുർആനിന്റെ അധ്യായത്തിന്റെ തുടക്കം തന്നെ മറിയമിന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടാണ്. ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞ ഒന്നാമത്തെ അത്ഭുതം, ഈസാ നബിയുടെ അത്ഭുതങ്ങളെ കുറിച്ച് ബൈബിളിൽ നിന്ന് വാചാലമാകുന്നുണ്ട്. പക്ഷേ ഈസാ നബി അലൈഹി സ്വലാമിന്റെ ഒന്നാമത്തെ അത്ഭുതത്തെ കുറിച്ച് ബൈബിൾ മൗനം പാലിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഈസാ നബിയുടെ അത്ഭുതം ഏതാണ്? അത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, തൊട്ടിലിൽ കിടന്ന ഈസാ നബി സംസാരിച്ചു എന്നുള്ളതാണ്. എന്താ സംസാരിച്ചത്? ഖാല ഇന്നി അബ്ദുല്ലാഹി അതാനിയൽ കിതാബ വജഅലനി നബിയ്യാ. മറിയം തന്റെ കുഞ്ഞുമായി വന്നപ്പോ യൂദ സമൂഹം മറിയമിനെ ആക്ഷേപിച്ചപ്പോ മറിയം തൊട്ടിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, തൊട്ടിലിൽ കിടക്കുന്ന കുട്ടി സംസാരിക്കും, ആരാണ് കുട്ടിയുടെ പിതാവെന്ന്, ഞാൻ എങ്ങനെ ഗർഭിണിയായി എന്ന്. അവിടെയാണ് ആ കുട്ടി പറഞ്ഞത്, തൊട്ടിലിൽ കിടക്കുന്ന സംസാരപ്രായമാകാത്ത ഈസാ നബി അലൈഹി സ്വലാം സംസാരിച്ചത്, ഇന്നി അബ്ദുല്ലാ, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്, ഞാൻ ദൈവമല്ല, ദൈവപുത്രനുമല്ല. ആദ്യം തന്നെ പറയുന്നത് ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. അഥാനിയൽ കിതാബ, എനിക്ക് അല്ലാഹു ഗ്രന്ഥം നൽകുന്നുണ്ട്. വജഅലനി നബിയ്യ, അല്ലാഹു എന്നെ നബിയാക്കാനും പോകുന്നുണ്ട്. ഇതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞ യേശുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അത്ഭുതം. ഏറ്റവും ഒന്നാമത്തെ അത്ഭുതം ഇത് തന്നെയാണ്. പക്ഷേ ഇതിനെ കുറിച്ച് ബൈബിൾ ഒന്നും പറയുന്നില്ല. ഇതൊന്നെ കുറിച്ചൊന്നും പറയുന്നില്ല എന്ന് തന്നെയല്ല, പറയുന്ന അത്ഭുതം തന്നെ വീഞ്ഞുണ്ടാക്കി എന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ട യേശുവിന്റെ അത്ഭുതമായി ഇന്ന് ബൈബിൾ പ്രകടിപ്പിക്കുന്നത്, അദ്ദേഹം വീഞ്ഞുണ്ടാക്കി ആളുകൾക്ക് കൊടുത്തു, ആളുകൾ ലഹരി ബാധിച്ചു എന്നുള്ളതാണ്. യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെ ഈ കാര്യമാണ് പരാമർശിക്കുന്നത്. ഇത് വിശുദ്ധ ഖുർആൻ അംഗീകരിക്കാത്ത, ഒരിക്കലും ഈസാ നബി അലൈഹി ഇസ്ലാമിനെ പോലുള്ള വലിയൊരു പ്രവാചകനിൽ നിന്നും ഉണ്ടാകാൻ ഒരു സാധ്യതയും ഇല്ലാത്ത ഇത്തരം ഒരു കാര്യത്തെയാണ് അത്ഭുതമായി അവര് ഇന്നും പ്രകടിപ്പിക്കുന്നത്. ഇതിന്റെ പിന്നിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, യേശുവിന്റെ, ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ യഥാർത്ഥ വസ്തുതകളെ വെളിപ്പെടുത്തുന്ന ഒരുപാട് സുവിശേഷങ്ങൾ വേറെ ഉണ്ടായിരുന്നു. 4 മാത്രമല്ല, മത്തായിയുടെയും മർക്കോസിന്റെയും യോഹന്നാന്റെയും ലൂക്കോസിന്റെയും മാത്രമായിരുന്നില്ല, ഇഷ്ടംപോലെ സുവിശേഷങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ലോകത്ത് ഈസാ നബി അറിയപ്പെടണമെന്ന് മനസ്സിലാക്കിയ ഒരു വിഭാഗം ആളുകൾ ബാക്കിയുള്ള സുവിശേഷങ്ങളെ നശിപ്പിച്ചു. നിക്കിയ സുന്നഹദോസിൽ വെച്ച് നശിപ്പിച്ചു, അല്ലെങ്കിൽ അതിനെ അസ്ഥിരപ്പെടുത്തി. ഇനി മുതൽ ഈ 4 മാത്രമേ പാടുള്ളൂ എന്നൊരു പ്രഖ്യാപിച്ചു. അന്ന് നിരോധിക്കപ്പെട്ട പല സുവിശേഷങ്ങളും പിൽക്കാലത്ത് കണ്ടെടുത്തിട്ടുണ്ട്. അതിനകത്ത് വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുരിശിലേറ്റപ്പെട്ടിട്ടില്ല. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ അല്ലാഹു അത്ഭുതകരമായി രക്ഷപ്പെടുത്തി, ദൈവം രക്ഷപ്പെടുത്തി എന്ന് പറയുന്നു. ജൂദാസിനെയാണ് അവിടെ കുരിശിലേറ്റപ്പെട്ടത് എന്ന് പറയുന്ന സുവിശേഷങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നിരോധിക്കപ്പെട്ട സുവിശേഷങ്ങളാണ്. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം പൗലോസിന്റെ ക്രിസ്ത്യാനിറ്റിയുടെ അടിത്തറ എന്ന് പറയുന്നത്, മനുഷ്യന്റെ ജന്മനാവുള്ള പാപങ്ങളെ കഴുകിക്കളയാൻ വേണ്ടി ദൈവം കുരിശിലേറി എന്നുള്ള വിശ്വാസം ലോകത്ത് പ്രചരിപ്പിക്കലാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. എല്ലാ കുഞ്ഞുങ്ങളും പാപത്തോടെ ജനിക്കുന്നു. ജന്മപാപം എന്ന് പറയുന്ന ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാന സിദ്ധാന്തം. ഇസ്ലാം അതിനെതിരാണ്. ഇസ്ലാം പറയുന്നത് കുല്ലു മൗലൂദി യൂലദു അലൽ ഫിത്ര, ആദം ചെയ്ത തെറ്റിന്റെ പാപഭാരം ഒരു കുഞ്ഞും പേറേണ്ടതില്ല. ആദമിന്റെ തെറ്റ് ആരും പേറേണ്ടതില്ല. എല്ലാ കുഞ്ഞുങ്ങളും ലോകത്ത് ജനിച്ചു വരുന്നത് വിശുദ്ധരായിട്ടാണെന്നാണ് വിശുദ്ധ ഖുർആനും തിരുനബിയും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ആദ്യ പാപം കഴുകിക്കളയാൻ വേണ്ടി യേശു കുരിശിലേറി എന്നുള്ള വിശ്വാസം ലോകത്ത് പ്രചരിപ്പിക്കാനാണ് മറ്റു സുവിശേഷങ്ങളെ നശിപ്പിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് സത്യം ഇന്ന് ലോകത്ത് ബോധ്യപ്പെടാണ്ട് പോയത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈസാ നബി അലൈഹി ഇസ്ലാം എന്ന് പറയുന്ന അതിപ്രധാനിയായ ഒരു പ്രവാചകനെ ലോകത്ത് തെറ്റിദ്ധരിപ്പിക്കപ്പെടുമ്പോൾ, അതിന്റെ പേരിൽ ആഘോഷങ്ങൾ നടക്കുമ്പോൾ, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ആഘോഷങ്ങളുടെ ലക്ഷ്മണ രേഖകൾ ലംഘിക്കപ്പെടുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത്. എല്ലാവരും പരസ്പരം അങ്ങും കൊണ്ടും കൊടുത്തും ജീവിക്കുക. ക്രിസ്ത്യാനിയുടെ ആഘോഷം മുസ്ലിമിന്റെ ആഘോഷം ക്രിസ്ത്യാനി, ഹിന്ദുവിന്റെ ആഘോഷം 2 കൂട്ടരും. ആഘോഷങ്ങളിലുള്ള പങ്കാളിത്തം, അതിനൊക്കെ ഇസ്ലാം ഒരു ലക്ഷ്മണ രേഖ നിശ്ചയിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല. ക്രിസ്മസ് വരുമ്പോൾ ക്രിസ്മസ് സ്റ്റാറുകൾ തൂക്കുക, പുൽക്കൂടുകൾ നിർമ്മിക്കുക, സാന്താക്ലോസിന്റെ വേഷം കെട്ടുക, ഇങ്ങനെയുള്ള ക്രിസ്ത്യാനിറ്റിയുടെ അവരുടെ ആഘോഷങ്ങളും ആരാധനകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരിക്കലും വിശ്വാസ സമൂഹം അതിനെ ഫോളോ ചെയ്യാൻ പാടില്ല. നമുക്ക് ആ വിശ്വാസവുമായി ബന്ധമില്ല. ഒരു വിശ്വാസത്തെ അംഗീകരിക്കലാണ് ആ വിശ്വാസികളുടെ ആദർശങ്ങളെ, അല്ലെങ്കിൽ അവരുടെ ആഘോഷങ്ങളെ, ആരാധനകളെ പിൻപറ്റുക, അതിനെ ആശംസിക്കുക, അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെയുള്ളത്. നമ്മൾ ഒരിക്കലും ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ കുരിശുമരണത്തിൽ വിശ്വസിക്കാത്തവരാണ്. യേശു പഠിപ്പിച്ചത് നിങ്ങൾ മുട്ടുവിൻ തുറക്കപ്പെടുമെന്നാണ്, ചോദിച്ചാൽ കിട്ടുമെന്നാണ്. മക്കൾ അപ്പം ചോദിച്ചാൽ കല്ല് നൽകുന്നവനല്ല പിതാവ് എന്ന് പഠിപ്പിച്ച യേശു
അവസാനം കുരിശിൽ കിടക്കുമ്പോൾ എന്നെ രക്ഷപ്പെടുത്തണ ഏലി ഏലി ലമ്മാ സബഖതനി, എന്റെ ദൈവമേ എന്നെ കൈവിട്ടു എന്ന് കുരിശിൽ കിടന്ന് യേശു പ്രാർത്ഥിച്ചു എന്ന് ഇന്ന് ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നു. ആ പ്രാർത്ഥന ദൈവം കേട്ടില്ല എന്നാണോ പറയുന്നത്? അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാം അദ്ദേഹത്തെ കൊന്നിട്ടില്ല, ക്രൂശിച്ചിട്ടുമില്ല. അവർക്ക് മാറിപ്പോയി, ആള് മാറിപ്പോയി. അള്ളാഹു ഈസാ നബി അലൈഹി സ്വലാമിനെ ആകാശത്തേക്ക് ഉയർത്തുകയാണ് ചെയ്തത്. ഈസാ നബി അലൈഹി സ്വലാം ഇന്ന് ആകാശത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്. ഖുർആൻ പറഞ്ഞു, അന്ത്യനാളിന്റെ അടയാളമാണ് ഈസാ നബി അലൈഹി സ്വലാം ഇറങ്ങി വരിക എന്നുള്ളത്. ഈസാ നബി ഭൂമിയിലേക്ക് ഇറങ്ങി വരും. അദ്ദേഹം 40 വർഷം, ഒരു റിപ്പോർട്ടൻസ് 45 വർഷം ഈ ഭൂമിയിൽ ഈസാ നബി നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും. അന്ന് എല്ലാ അഹ്ലി കിതാബികളും, എല്ലാ ജൂതന്മാരും ക്രിസ്ത്യാനികളും അന്ന് ഈസാ നബിയെ കൊണ്ട് വിശ്വസിച്ചിരിക്കും. അന്ന് ഈസാ നബി വരുന്നത് വിശുദ്ധ ഖുർആൻ പ്രചരിപ്പിക്കാനാണ്, ഇസ്ലാം പ്രചരിപ്പിക്കാനാണ്. അന്ന് എല്ലാവരും ഈസാ നബിയെ കൊണ്ട് വിശ്വസിച്ചിരിക്കും. അദ്ദേഹം വന്നിട്ട് ചെയ്യുന്ന ഒരു ജോലി എക്സുറു സലീബ, കുരിശുകളെ തകർക്കും. കുരിശുകളെല്ലാം തകർത്തുകളയും. വയഖുതുൽ ഖൻസീറ, പന്നികളെ ഈസാ നബി അലൈഹി സ്വലാം കൊന്നുകളയും. വയഖുതുൽ ദജ്ജാല, ദജ്ജാലിനെ ഈസാ നബി അലൈഹി സ്വലാം കൊന്നുകളയും. ഇതൊക്കെ ഈസാ നബി ഈ ഭൂമിലോകത്ത് തിരിച്ചു വന്നിട്ട് ചെയ്യുന്ന ദൗത്യങ്ങളാണ്. അതുകൊണ്ട് ഈ ഒരു അടിയുറച്ച വിശ്വാസത്തിലാണ് നമ്മൾ ഉള്ളത്. നമ്മൾ ആ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുകയും ആ വിശ്വാസത്തിനെതിരായി ലോകത്തെ വിശ്വസിക്കുന്ന ആളുകൾക്ക് അതിൽ സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് ആരാധിക്കാനും ആകാശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അതിന്റെ പുറകെ നമ്മൾ പോകേണ്ടതില്ല. നമ്മൾ നമ്മുടെ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുക, ഈസാ നബി അലൈഹി സ്വലാമിനെ ബഹുമാനിക്കുക, അദ്ദേഹത്തെ സ്നേഹിക്കുക. അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ നാം പറയുന്ന ഒരു വാക്കുണ്ട്, അലൈഹിസ്സലാം, അദ്ദേഹത്തിന് സമാധാനം ഉണ്ടാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈമാനും ഇസ്തിഖാമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.